എൻ്റെ പ്രിയപ്പെട്ട ഹോമോസാപ്പിയൻസിന് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. Oh shit. Here we go again. നേരായ വഴിയിൽ വിയർപ്പൊഴുക്കി നേടുന്ന വിജയം വജ്രത്തേക്കാൾ തിളക്കമുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതുമാണ്. ശുഭദിനം. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് വൈ സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ഫാർ മോർ അഡിക്റ്റീവ് ആൻഡ് ഡേഞ്ചറസ് ദാൻ റീക്രിയേഷണൽ ഡ്രഗ്സ്. റീക്രിയേഷണൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ലഹരി പോലുള്ള ഐറ്റംസ്. നമുക്ക് ഫീൽ ഗുഡായിട്ട് എപ്പോഴാണ് നമുക്ക് തോന്നുന്നത്, നമുക്ക് എപ്പോഴാണ് ഒരു ഫീൽ ഗുഡ്, നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്. അതായത് നമ്മൾ ഡോപ്പമൈൻ പോലുള്ള, നമ്മുടെ തലച്ചോറിൽ ഡോപ്പമൈൻ പോലുള്ള രാസവസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് വരുന്നത്, അല്ലേ? പിന്നെ അതേപോലെ സെറോട്ടനിൻ അങ്ങനത്തെ പോലെ കുറേ ബ്രെയിൻ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് ഫീലിംഗ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ എന്തിനാണ് വൈ സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ഫാർ മോർ അഡിക്റ്റീവ് എന്ന് എഴുതിയിട്ടുള്ളത്. അഡിക്റ്റീവ്, ഞാൻ ഇവിടെ അടി വരടാം, അഡിക്റ്റീവ് ആൻഡ് ഡേഞ്ചറസ്. അതെന്താടാ അഡിക്റ്റീവും ഡേഞ്ചറസും? അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു തരം റീക്രിയേഷണൽ ഡ്രഗ്സിൻ്റെ പോലെ തന്നെ അല്ലേ? നമ്മളൊന്ന് മറിച്ച് ചിന്തിച്ച് നോക്കി. പക്ഷെ അവിടെ എന്താ പ്രശ്നം? എന്താണ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് റീക്രിയേഷണൽ ഡ്രഗ്സിന് വെച്ച് എന്താണ് വ്യത്യസ്തമാക്കുന്നത്? അവിടെ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് എന്താ, നമ്മുടെ ഇപ്പം നിലവിലുള്ള സ്ട്രെങ്ത്ത് നമ്മൾ ബിൽഡ് ചെയ്ത് വർഷങ്ങൾ ശേഷം നമ്മളത് ബിൽഡ് ചെയ്ത് നമ്മുടെ പഴയ വെർഷനെക്കാട്ടും നമ്മൾ സ്ട്രോങ് ആവും. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമ്മളിന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അഡിക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ ഒരു 10 കിലോ ഡംബിൾ പ്രസ് അടിക്കാൻ പറ്റും ഒരു കയ്യിൽ, അല്ല അതുപോലെ 5 കിലോ ഡംബിൾ പ്രസ്സാണ് അടിക്കാൻ പറ്റുന്നത് ഒരു ബിഗിനറിനാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് അവന് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്തു, എല്ലാം അവൻ്റെ പ്രോട്ടീൻ ഇൻടേക്ക് എല്ലാം കറക്റ്റാണ്. ഒരു 3 മാസത്തിന് ശേഷം അവന് 20 കിലോ അടിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് എ ബിഗ് അച്ചീവ്മെൻറ്റ്, റൈറ്റ്? അവന് ഒരു കയ്യിൽ 20 കിലോ വെച്ചിട്ട് അവന് ഡംബിൾ പ്രസ് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഡംബിൾ പ്രസ്. അപ്പോൾ അവന് കിട്ടുന്ന ആ ഒരു ഫീലിംഗ് അതെന്തായിരിക്കും? അതായത് അവൻ്റെ പ്രീവിയസ് വെർഷനിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവൻ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പം നിലവിൽ. കാരണം മുമ്പ് അവന് 5 കിലോ എടുക്കാൻ പറ്റുന്നതല്ലേ, 5 കിലോ മാത്രമേ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഇപ്പോൾ അവന് 20 കിലോ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് സംതിങ് അഡിക്റ്റീവ്, റൈറ്റ്? അല്ലേ? നമുക്ക് അഡിക്ഷൻ ഉണ്ട്, അതിൻ്റെ അഡിക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ അഡിക്റ്റീവ് എന്ന് മെൻഷൻ ചെയ്തത്. ഓക്കെ, പിന്നെ ഡേഞ്ചറസ്. എന്തുകൊണ്ടാണ് ഡേഞ്ചറസ്? സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അത്രയും സേഫ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് അല്ല സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. കാരണം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വിഭാഗക്കാരാണ് പവർ ലിഫ്റ്റേഴ്സ്, അല്ലേ? ഞാൻ പവർ ലിഫ്റ്റർ ഒന്നുമല്ല, ഞാൻ ബോഡി ബിൽഡറും അല്ല. ഓക്കെ, ഞാനൊരു ആവറേജ് ജിം ഗോറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ഡേഞ്ചറസ് പറയാൻ കാരണം? ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രിക്കോഷൻ വേണം, സേഫ്റ്റി വേണം, എന്നാലേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്വാട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് ഇപ്പോൾ ആദ്യത്തെ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു PR അറ്റംപ്റ്റ്, അതായത് ഹെവി വെയിറ്റ് ഇട്ട് നിങ്ങൾ പുഷ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഒരു സ്ക്വാട്ടർ വേണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പവർ റാക്കിൻ്റെ അകത്ത് വേണം നിങ്ങൾ ഈ ബെഞ്ച് പ്രസ് ചെയ്യാം. കാരണം നമ്മൾ വെയിറ്റ് പുഷ് ചെയ്യുമ്പോൾ ഇൻ കേസ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല, താഴോട്ടാണ് നമ്മുടെ ഫോഴ്സ്, അത്രയും പ്രൊഡക്ഷൻ ഇല്ല, താഴോട്ടാണ് വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പവർ റാക്കിൽ തന്നെ വീഴും. അപ്പം നമ്മൾ സേഫ്റ്റി പിൻസിൽ വീഴുമ്പോൾ അത് സേഫാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്പോട്ടറിൻ്റെയും പുള്ളി സഹായിക്കും. നമുക്കൊരു സ്പോട്ടർ വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർ റാക്കിൻ്റെ അകത്ത് വേണം നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യേണ്ടത്. നമ്മൾ ഹെവി വെയിറ്റൊക്കെ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് സ്ക്വാട്ട് ആയിക്കോട്ടെ, ബെഞ്ച്, അങ്ങനത്തെയൊക്കെ പവർ ലിഫ്റ്റിംഗ് വർക്കൗട്ട്സ് നമ്മളെപ്പോഴും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എപ്പോഴും മൈൻഡിൽ കരുതി കൂട്ടി വേണം നമ്മൾ ചെയ്യാം. നമ്മൾ ബെൽറ്റ് കെട്ടേണ്ട സമയത്ത് ബെൽറ്റ് കെട്ടാം. ഓക്കെ, അങ്ങനത്തെ ഒക്കെ കുറേ റിസ്റ്റ് സ്ട്രാപ്പ് നമുക്ക് പുഷ് ചെയ്യുമ്പോൾ റിസ്റ്റ് സ്ട്രാപ്പിൻ്റെ ആവശ്യം വരും, മനസ്സിലാകുന്നുണ്ടോ?
അപ്പം അത്രയും ഫോഴ്സ് പ്രൊഡക്ഷന് നമ്മുടെ ചിലപ്പോൾ റിസ്റ്റിന് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് റിസ്റ്റ് സ്ട്രാപ്പോടെ സഹായിക്കും അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബേസിക്കലി അഡിക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു സെൻസിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ചെക്കന് ഒരു 10 കിലോ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു ബിഗിനർ ഒരു 10 20 ഒരു 40 കിലോ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു 5 മാസത്തിന് ശേഷം 5 മന്ത്സിന് ശേഷം അവന് കറക്റ്റ് പ്രോട്ടീൻ ഇൻടേക്കൊക്കെ ഉണ്ടെങ്കിൽ അവനിപ്പോൾ ഒരു 6 മാസത്തിന് ശേഷം അവനിപ്പോൾ ഒരു 70-75 കിലോ ബെഞ്ച് പ്രസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഇവൻ മുമ്പ് അവൻ്റെ ഒരു പ്രീവിയസ് വെർഷനെ വെച്ചിട്ട് അവൻ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് അല്ലേ, 35 കിലോ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ 35 കിലോ ഇൻക്രീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ അവന് അതിനനുസരിച്ചുള്ള എന്തുണ്ട്, സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്ട്രെങ്ത് നമുക്ക് കിട്ടുമ്പോൾ അതൊരു തരം ലഹരി തന്നെയാണത്. ഓക്കെ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ഫീൽ ചെയ്ത ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാനൊക്കെ അത് ഫീൽ ചെയ്ത ആളാണ്. ഓക്കെ, അത് ചെയ്ത് കുറേ പേരുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ജിമ്മിലോട്ട് വരാനുള്ള താല്പര്യം. വി ഹാവ് ടു ലിഫ്റ്റ് വെയ്റ്റ്സ്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഡയറ്റ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ലിഫ്റ്റ് നമ്മൾ എടുത്തതിന് കറക്റ്റ് വാമപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ലിഫ്റ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. നമ്മുടെ പ്രീവിയസ് ലിഫ്റ്റ് ഓക്കെ ആണോ, ഇനി അതിലെന്തെങ്കിലും ഫോമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇച്ചിരി സേഫ്റ്റി നമ്മൾ മുൻകൂട്ടിയിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഒരു 40 കിലോ ബെഞ്ച് പ്രസ് അടിച്ചുകൊണ്ടിരുന്ന ഇവൻ 75 കിലോ 6 മാസത്തിന് ശേഷം അടിക്കുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് അവന് മാത്രം കിട്ടുള്ളൂ. നമുക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ എന്താണ് ഒറ്റ ദിവസത്തിൽ പോക്കാൻ. അല്ല, അവൻ അതിനനുസരിച്ചുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവൻ അവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇനി ഒരു 6-9 മാസം കഷ്ടിച്ചാൽ അവൻ 100 കിലോ എടുക്കാൻ പറ്റും, കറക്റ്റ് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് അഡിക്റ്റീവ് ആൻഡ് ഡേഞ്ചറസ് എന്ന് പറയാൻ കാരണം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ പിള്ളേർ ഈ ലഹരിയിലൊക്കെ എന്തുണ്ട് ഇതിൽ? കാരണം ഇവർ ഈ ഒരു സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തിട്ടില്ല. ഇപ്പോഴും പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന സാധനം ലിവർ അടിച്ചു പോകും. പിന്നെ ഈ കഞ്ചാവിനെക്കാട്ടും ഡേഞ്ചറാന്ന് പറയുന്ന ടീംസാണ് നമ്മുടെ കേരള സമൂഹത്തിലുള്ളത് അല്ലേ. വെസ്റ്റേൺ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള ജീൻസ് ഉണ്ട്. വി ഹാവ് ദ കപ്പാസിറ്റി ടു ബിക്കം സ്ട്രോങ്ങർ. ബട്ട് നമ്മുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസും നമ്മളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഇൻഫ്ലുവൻസസൊക്കെ ചില 2-3 ഇൻഫ്ലുവൻസസ് മാത്രമേ ഉള്ളൂ നല്ല നല്ല മെസ്സേജ് കൊടുക്കുന്നത്. ബാക്കിയുള്ളവന്മാരൊക്കെ എന്താണ് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകിലേക്കാണ് അവരൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് കണ്ട് കുറേ പേര് അവൻ്റെ പുറകിൽ പോകും, ഗെയിമിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ടൊക്കെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൊമൈൻ ആരും നോക്കുന്നില്ല, സ്ട്രെങ്ത് ട്രെയിനിങ്. ഓക്കെ, ചില കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ പവർ ലിഫ്റ്റിങ്ങേഴ്സിനും പിന്നെ ആം റെസ്ലിംഗ് പിന്നെ അങ്ങനത്തെ റെസ്ലിംഗ് പോലുള്ള സ്പോർട്സിലൊക്കെ ചില കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആം റെസ്ലിംഗ്, പവർ ലിഫ്റ്റിങ്, റെസ്ലിംഗ് കമ്മ്യൂണിറ്റീനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളതിൽ ഇറങ്ങുക, താല്പര്യമുള്ളവർക്ക് ഇറങ്ങുക. സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. വന്നത് ഈ മയക്ക് മരുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്നവന്മാരൊക്കെ ചെയ്തോട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് ഇതിലോട്ട് നിങ്ങൾ വാ, ഈ ഒരു സ്ട്രെങ്ത്തിലോട്ട് നിങ്ങൾ വന്ന് ട്രെയിൻ ചെയ്യും, വെയിറ്റ് പൊക്ക്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഫോമൊക്കെ ഓക്കെ, അത് നമുക്ക് പിന്നീട് നോക്കാം. നിങ്ങൾ വെയിറ്റ് പൊക്ക്, നിങ്ങൾ ഡൂ സം സ്ക്വാട്ട്സ്, ഡൂ സം ഡെഡ് ലിഫ്റ്റ്, ഡൂ സം ബെഞ്ച് പ്രസ്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു കമ്പയർ വിത്ത് അതേഴ്സ്. You don't have to compare with others. Just compare with your previous version. അവിടെ അസൂയപ്പെട്ടൊരു കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ള അവനൊരു 120 അടിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഇപ്പോഴും 80. തിരിച്ചറിയാം, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സുഖം, അതൊരു സംഭവമാണ്.
അപ്പോൾ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അതിനൊരു സെയിം ടേസ്റ്റ് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവർക്കും സ്ട്രെങ്ത് ട്രെയിനിങ് എടുത്തൊരു ചിലവർക്ക് ക്രിക്കറ്റ് പോലെയുള്ള കളികളൊക്കെ ആയിരിക്കും താല്പര്യം, ഇങ്ങനെ ഫുട്ബോൾ ഇതിനൊക്കെ ആയിരിക്കും താല്പര്യം. അതെ, അപ്പോൾ അവർക്ക് അതിൽ നിന്നായിരിക്കും കിക്ക് കിട്ടുക. ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, സ്റ്റിൽ യു ഹാവ് ടു ഗീവ് ഇമ്പോർട്ടൻസ് ടു സ്ട്രെങ്ത്. മനസ്സിലാവുന്നതാണ്. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ്, നോട്ട് എ ഡിസയറബിൾ പാർട്ട്. നമ്മുടെ മൈക്ക് മെൻസറിൻ്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു, മൈക്ക് മെൻസർ എന്ന് പറയുന്ന ഒരു ബോഡി ബിൽഡർ ഉണ്ടായിരുന്നു. നമ്മുടെ അർണോൾഡിനൊക്കെ ആ സമയത്തുണ്ടായിരുന്ന ഒരു ബോഡി ബിൽഡറാണ്, ഫേമസ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറാണ് മൈക്ക് മെൻസറിൻ്റെ ഗുരു ഒരു ഓർദർ ജോൺസ് എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു സ്പീച്ചിൽ ഞാൻ കേട്ടത്, പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എക്സസൈസ് ഈസ് നോട്ട് എ ഡിസയറബിൾ പാർട്ട്, ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ പാർട്ട്. ഓക്കെ, അതായത് എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2-3 കല്യാണത്തിന് മുമ്പ് ചെയ്യാം വയറ് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വല്ല പെണ്ണുങ്ങളുടെ മുമ്പിൽ 6 പാക്സ് കാണിക്കാൻ വേണ്ടി. അതാണ് ശരിക്കും പറഞ്ഞാൽ, അതാണോ നമ്മുടെ ഇൻറ്റൻഷൻ, ജിമ്മിലോട്ട് വരാനുള്ള ഇൻറ്റൻഷൻ അതാണ്. അതൊക്കെ ഒരു എന്താ പറയുക, അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് ആ ഇൻറ്റൻഷനൊക്കെ, അല്ലേ? പെട്ടെന്ന് ആ ഒരു ഇൻറ്റൻഷൻ വരുമ്പോൾ അത് പോകും. അപ്പോൾ അതിലല്ല, നമ്മുടെ ജിമ്മിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കണം? വി ഹാവ് ടു ഡെവലപ്പ് അവർ സ്ട്രെങ്ത്. അതന്നെ, വി ഹാവ് ടു ബി സ്ട്രോങ്ങർ ദാൻ അവർ പ്രീവിയസ് വെർഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓർദർ ജോൺസ് പറഞ്ഞ വ്യക്തി പറഞ്ഞതാണ്, എക്സസൈസ് ഷുഡ് ബി എൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ്, നോട്ട് എ ഡിസയറബിൾ പാർട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, വെദർ യു ആർ ഡൂയിങ് IT ഓർ എനിത്തിങ്, ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഓക്കെ, മേ യു ബി എ ഇൻഫ്ലുവൻസർ, ഓക്കെ, മേ യു ബി എ ഹസ്ബൻഡ്, വൈഫ്, എന്തെങ്കിലും ആയിക്കോട്ടെ, സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയുന്നത് യു ഹാവ് ടു ഫോക്കസ്. മനസ്സിലാവുന്നുണ്ടോ? അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് സഹായിക്കും. അതെങ്ങനെയാണ്? സ്ട്രെങ്ത് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബ്രെയിൻ കെമിക്കൽസാണ് പ്രൊഡ്യൂസ് ആവുന്നത്. ഏതൊക്കെയാണ്? ഡോപ്പമൈൻ, സെറോട്ടോണിൻ, പിന്നെ വരുന്നതാണ് ആഡ്രിനാലിൻ. അപ്പോൾ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ, ഡോപ്പമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹാപ്പി ഹോർമോൺ എന്ന് പറയും. നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഡോപ്പമൈൻ. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സെറോട്ടോണിനും അതേപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് ഹോർമോണാണ്, നമ്മുടെ മൂഡ് എൻഹാൻസറാണ്. എപ്പോഴും നമുക്കൊരു പോസിറ്റീവ്, നിങ്ങളെ കേട്ടിട്ടുണ്ടോ, അവനിൽ നിന്ന് എനിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടി, ഓറ എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് ദൈവനാണ്, സെറോട്ടോണിൻ. പിന്നെ ആഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ വെൻ വി ആർ ഡൂയിങ് സംതിങ് എക്സൈറ്റിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 3 സാധനങ്ങളും നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടും. ഈ കഞ്ചാവും കൊക്കൈനും ഈ MDMA കാട്ടും സൂപ്പർ സാധനമാണ് ഇത് സ്ട്രെങ്ത് ട്രെയിനിങ്. ഓക്കെ, ഈ മറ്റേ MDMA കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്താ ചെയ്യുന്നത്? ദേ ആർ ജസ്റ്റ് ക്രിയേറ്റിംഗ് എ ഫേക്ക് റിയാലിറ്റി. ഇവരൊക്കെ ആർട്ടിഫിഷ്യലി ആണ് നിങ്ങളുടെ ബ്രെയിനിൽ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഡോപ്പമൈനും സെറോട്ടോണിനൊക്കെ അവർ നിർബന്ധപൂർവ്വം നിങ്ങളുടെ ബ്രെയിനിനെ അവർ ഹാക്ക് ചെയ്ത്, ഈ കെമിക്കൽ ഹാക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെക്കാട്ടും ഭേദമാണ്. പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ എന്താവും, നിങ്ങൾ ഇങ്ങനത്തെ പോലെ ലഹരി ഉപയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് പിന്നെ ഡീസെൻസിറ്റീവ് ആവും. ഡീസെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവില്ല. ഡോപ്പമൈൻ നിങ്ങൾ ഡോസ് കൂട്ടിയടിക്കും, അപ്പോഴും ഡോപ്പമൈൻ റിലീസ് ആവില്ല. കാരണം ബ്രെയിനൊരു ലിമിറ്റില്ലേ, ഡോപ്പമൈൻ റിലീസ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാം. അതായത് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോപ്പമൈന് ഒരു പരിധി
ആവശ്യമായിട്ടുള്ള ഡോപ്പമിൻ റിലീസും അതുപോലെ ആഡ്രിനാലിൻ, സെറോട്ടോണിൻ. ആഡ്രിനാലിൻ മെയിനായിട്ട് റിലീസ് ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഒരു ഈ ഈ നമുക്ക് ഈ ഒരു പുള്ളിനെ തന്നെ എടുക്കാം. പുള്ളി ഒരു 3 മാസത്തിന് ശേഷം ഒരു 80 കിലോ 90 കിലോ ബെഞ്ച് പ്രസ് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ 90 കിലോ ബെഞ്ച് പ്രസ് അടിക്കുമ്പോൾ അത് പുള്ളിയുടെ ഫസ്റ്റത്തെ ടാർഗറ്റാണ്. അപ്പോൾ പുള്ളി അത് ഇങ്ങനെയൊക്കെയോ അടിച്ച് സ്ട്രഗിൾ ചെയ്തു 1 റെപ്പ് അടിച്ചു. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പുള്ളിക്ക് ഒരു എന്താ കിട്ടുന്നത്, ആ സമയത്ത് എന്താണ് റിലീസ് ആവുന്നത്? ആഡ്രിനാലിൻ. അപ്പോൾ പുള്ളി അത്രയും കഷ്ടപ്പാട് പിടിച്ചടിക്കുമ്പോൾ പുള്ളിക്ക് ഒരു ആഡ്രിനാലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ റീക്രിയേഷണൽ ഡ്രഗ്സ് അവർ ആർട്ടിഫിഷ്യലി നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ഈ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർട്ടിഫിഷ്യലാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും അളവിന് കൂടുതൽ, നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? നിങ്ങൾ വിചാരിക്കും ഇതാണ് ഒരു ഫേക്ക് റിയാലിറ്റി, ഫേക്ക് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ വേൾഡിൽ. ഓക്കെ, നിങ്ങളുടെ മൈൻഡിലൊരു ഫേക്ക് റിയാലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് കുറച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കും, എന്നിട്ട് അതിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. മസിൽ ലോസ് ഉണ്ടാവും, നിങ്ങളുടെ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ആവും, കാറ്റബോളിസം ആവും, നിങ്ങളുടെ ഉള്ള മസിൽസ് അട്രോഫി ആവും, ഉള്ള മസിൽസിൻ്റെ സൈസ് കുറയും, പിന്നെ ലങ് പ്രോബ്ലം ഉണ്ടാവും, സ്റ്റാമിന ഇഷ്യൂസ് ഉണ്ടാവും, ഇല്ലാത്ത കുറേ അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ബ്രെയിന് നിങ്ങളുടെ ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത്രയും ഹൈ ഡോസ് കൊടുക്കണം. അപ്പോൾ റീക്രിയേഷൻ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് എന്താ ഞാൻ പറയാം, ഡേ ബൈ ഡേ ഇറ്റ് വിൽ മേക്ക് യു വീക്കർ. നിങ്ങൾ ഡേ ബൈ ഡേ പോകുമ്പോൾ നിങ്ങൾ വീക്കായി പോകും. അത് നല്ല അതിൻ്റെ സുഖം ഉണ്ടാവും, നല്ല ആസ്വദിച്ചൊക്കെ ഇരിക്കും. നിങ്ങൾ എന്താണ് ഇതിൽ, എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. ഒന്നും നേടാനില്ല. ഒരു ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയോ ചിന്തിച്ചുണ്ടാക്കി ഒന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈമാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഫേക്ക് റിയാലിറ്റി അല്ല, റിയൽ റിയാലിറ്റി, ട്രൂ റിയാലിറ്റിയിലോട്ട് നിങ്ങൾ ബെഞ്ച് പ്രസ് അടിക്കുക, സ്ക്വാട്ട് അടിക്കുക, ഡെഡ് ലിഫ്റ്റ് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ സാധനങ്ങൾ കിട്ടും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിങ്ങളുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഡേ ബൈ ഡേ യു വിൽ ബിക്കം സ്ട്രോങ്ങർ വെൻ യു ആർ ഡൂയിങ് സ്ട്രെങ്ത് ട്രെയിനിങ്, ആൻഡ് ഡേ ബൈ ഡേ യു വിൽ ബിക്കം വീക്കർ വെൻ യു ആർ ടേക്കിംഗ് റീക്രിയേഷണൽ ഡ്രഗ്സ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കാം ഏതാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, ഇത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ട്രെങ്ത് ട്രെയിനിങ് ഈസ് ഫാർ മോർ അഡിക്റ്റീവ് ആൻഡ് ഡേഞ്ചറസ് ദാൻ റീക്രിയേഷണൽ ഡ്രഗ്സ്. നിങ്ങൾക്ക് റീക്രിയേഷണൽ ഡ്രഗ്സ് ശരിക്കും ഒന്നുമില്ല സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് മുമ്പിൽ വെച്ച് നോക്കും, മനസ്സിലാവുന്നുണ്ട്. അത് അനുഭവിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ജിമ്മന്മാരെയൊക്കെ നോക്കുമ്പോൾ പൊട്ടന്മാരെന്ന് വിചാരിക്കണ്ട. അവർക്ക് ഭയങ്കര മൈൻഡ് പവറൊക്കെ ഉണ്ടാവും ചില ആൾക്കാർക്ക്. ഇൻഡിവിജ്വലായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഇൻഡിവിജ്വലി അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവും. ഞാൻ അത് നോക്കുന്നില്ല. അപ്പോൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മൈൻഡ് സ്ട്രോങ്ങും ഡിപ്രഷനിൽ നിന്ന് അവർക്ക് വരാൻ പറ്റും. ഡിപ്രഷൻ ഒന്നും അവർക്കൊരു സംഭവമല്ല. കാരണം അവർക്കിപ്പോൾ എന്തെങ്കിലും ഇന്ന് വർക്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇന്ന് സംഭവിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, അവർ ജിമ്മിൽ പോവും, ഒരു 100 കിലോ ബെഞ്ച് പ്രസ്സുക, അല്ലെങ്കിൽ ഒരു 150 കിലോ ഡെഡ് ലിഫ്റ്റോ 200 കിലോ സ്ക്വാട്ടൊക്കെ അടിച്ചാൽ ആ സാധനം കൊണ്ട് പോകും, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിലോട്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തലമുറേൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനും ഈ തലമുറയിൽ പെട്ട ആളാണ്. അതാണ് പ്രശ്നം. ഞാനും ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത് ഈ സാധനം. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ സിഗരറ്റ്, ഞാൻ പറയാലോ, ജിമ്മിൽ വരുന്ന ആൾക്കാർ ഈ സാധനം വലിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ യു ഫോർഗെറ്റ് അബൌട്ട് യുവർ ജിം, മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ജിമ്മിൽ വരണ്ട, വന്നിട്ട് വലിയ കാര്യമില്ല. ഈ സാധനം വലിച്ചിട്ട് നിങ്ങൾ ജിമ്മിൽ വരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് കുറേ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്.
തട്ടുകടയും അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ, അവിടെ ചെന്നിരുന്നാൽ മതി. അതാണ് ബെസ്റ്റ്. കാരണം ജിമ്മിൽ വന്നിട്ട് ഒരു കാര്യമില്ല, ബീസ്റ്റാണ്. ഈ സാധനം ഭരിച്ചിട്ട് നിങ്ങൾ വന്നിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. വേസ്റ്റ് ഓഫ് ടൈം. ജസ്റ്റ് ഡൂയിങ് ശരിക്കും നിങ്ങളെ ഹാമാണ് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേ അവേ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് ടോക്സിക് ഡ്രഗ്സ് ദാറ്റ് ഹാസ് നോ ഇൻഫ്ലുവൻസ് ഇൻ യുവർ ബോഡി. ഓക്കെ, സ്റ്റേ അവേ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് വേസ്റ്റ് ഡ്രഗ്സ് ആൻഡ് കം ബാക്ക് ടു സ്ട്രെങ്ത് ട്രെയിനിങ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ ഷെയറോ വൈറലോ ഒന്നും ആക്കേണ്ട ഒരു ആവശ്യമില്ല. താല്പര്യമുള്ളവർ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബോഡി ബിൽഡിംഗ് ഒരു ചീത്ത ഫീൽഡല്ല. ഇറ്റ്സ് എ മോസ്റ്റ് എക്സ്പെൻസീവ് ഗെയിമാണ്. ഓക്കെ, നമ്മളെല്ലാ മേഖലയിലും നമുക്ക് അതിനോട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. ഓക്കെ, ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരുന്ന് കുത്തിയാലും അത് വേറെ ഫീൽഡാണ്, എക്സ്ട്രീം ഫീൽഡാണ്. ഇറ്റ് ഡിമാൻഡ്സ് സ്റ്റെറോയിഡ്സ്. ഓക്കെ, പിന്നെ അതുപോലെ പവർ ലിഫ്റ്റും എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഫീൽഡാണ്. അതിലും സ്റ്റെറോയിഡ് വരണം. കാരണം കോമ്പറ്റീഷനിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെറോയിഡിൻ്റെ ആവശ്യമുണ്ട്. അതൊക്കെ അവർ കറക്റ്റായിട്ട് നമ്മൾ ഇതിന് കുറച്ചൊക്കെ ഒരു അറിവുള്ള മനുഷ്യൻ്റെ അടുത്ത് നിങ്ങൾ സ്റ്റെറോയിഡിനൊക്കെ പറ്റി പഠിക്കുമ്പോൾ, ഇപ്പോൾ ഡുഡു ആൻ്റണി പോലെയൊക്കെ നല്ല നല്ല ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒക്കെ നിങ്ങൾ ആ ഒരു സെഷന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ സ്റ്റെറോയിഡ്സ് നമുക്ക് ആ ഒരു സൈഡ് എഫക്ട്സ് കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ഡ്രഗ്സും ആയിക്കോട്ടെ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. പക്ഷേ ഇതിന് വെച്ച് നോക്കുമ്പോൾ ഈ MDAയും മറ്റേ കുന്തറാട്ടവും കാര്യങ്ങളൊക്കെ വെറും വേസ്റ്റ് ഓഫ് ടൈമാണ്. ഇവിടുത്തെ പിള്ളേർ ഈ സാധനം അടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട്. എന്തെങ്കിലും അർത്ഥമുണ്ട് എനിക്ക് തോന്നുന്നില്ല. ചെന്ന് ഒരു ഡെഡ് ലിഫ്റ്റ് അടിച്ച് നോക്കി, ഒരു 150 കിലോ ഡെഡ് ലിഫ്റ്റ്, ഒരു 200 കിലോ ഡെഡ് ലിഫ്റ്റ്, അതിൽ കിട്ടുമ്പോൾ 100 കിലോ ഡെഡ് ലിഫ്റ്റ് അടിച്ച് തന്നെ അതിൽ കിട്ടുന്ന ഈ ഫീലുണ്ടല്ലോ, നിങ്ങളുടെ MDM ഒക്കെ മാറി നിൽക്കും. ഇന്നത്തെ വിഷയം എത്രേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇതിനെ കുറിച്ച് എനിക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സ്ട്രെങ്ത് ഫേസിൽ നമുക്ക് കാണാം. അപ്പോൾ ഗുഡ് ബൈ.